JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനുകളെല്ലാം തന്നെ നമ്മുടെ അക്കാഡമി വഴി എല്ലാ സമയത്തും ക്ലാസ്സുകൾ എടുത്ത് നൽകാറുണ്ട്. അപ്പോൾ ഈ ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുന്നതാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തസ്തികകളിൽ എത്ര അവസരങ്ങളാണുള്ളത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആദ്യം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ആണ്. സഹകരണ പരീക്ഷാ ബോർഡാണ്. അതിൽ വിജ്ഞാപന തീയതി 10/10/2025 അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 10/11/2025 അപ്പോൾ നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നടത്തുന്നത്. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം ബാങ്കുകളാണ്. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ, അതായത് www.cseb.kerala.gov.in എന്ന സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ ചെയ്യുക. ചെയ്തതിന് ശേഷം ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നോക്കാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തിക എന്ന് പറഞ്ഞാൽ കാറ്റഗറി നമ്പർ 32/2025 അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. സംഘത്തിൻ്റെ പേര്: 1 കുളത്തുപുഴ SB 1867 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു ഒഴിവാണ് ഉള്ളത്. 2 മേത്തല സർവീസ് സഹകരണ ബാങ്ക് 298 അത് തൃശ്ശൂരാണ്. അവിടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒരു ഒഴിവാണുള്ളത്, ജനറലാണ്. അതുപോലെ തന്നെ തൃക്കലങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒരു ഒഴിവാണുള്ളത്, അത് SC/STക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത മുല്ലക്കൊടി കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്ക് റൂറൽ ബാങ്ക് ക്ലിപ്തം F1230 ആണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു ഒഴിവാണുള്ളത്. അപ്പോൾ അത് ജനറലാണ്. അപ്പോൾ അതിൻ്റെ സാലറി സ്കെയില് എന്ന് പറയുന്നത് 17,360 44,650 സാലറി സ്കെയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഴിവുകളുടെ എണ്ണം മൊത്തം നോക്കിയാൽ 1, 2, 3 ജനറൽ ഒഴിവുകളും ഒരു SC/ST ഒഴിവുകളുമാണ് ഉള്ളത്. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ റാങ്ക് ഫയൽ കളക്ട് ചെയ്യേണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്തത് ഇതിൻ്റെ പ്രായപരിധിയെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികൾക്ക് സംശയമാണ്. ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾ ധാരാളമുണ്ട്. സാധാരണ PSCയിലൊക്കെ 18-36 എങ്കിൽ ഇവിടെ 18-40 ഏജ് ലിമിറ്റ്. അതായത് പ്രായപരിധി 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ വയസ്സിളവുണ്ട്. അതായത് 45 വയസ്സ് വരെ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും 3 വർഷത്തെ ഇളവും. അപ്പോൾ OBC-കാർക്കും അതുപോലെ തന്നെ EWS-കാർക്കും 3 വർഷത്തെ വയസ്സിളവുണ്ട്. അവർക്ക് 43 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവും, അതായത് 50 വയസ്സ് വരെ അവർക്ക് ഭിന്നശേഷിക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിധവകൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്. അതായത് അവർക്ക് 45 വയസ്സ് വരെ വിധവകൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒരു സംഘം ബാങ്കിന്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക്
അഭിമുഖത്തിന് നൽകുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ പരമാവധി 20 മാർക്കാണ്. ആയതിനാൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിനാണ്. അതുപോലെ തന്നെ അടുത്ത് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം തന്നെ സർക്കാരിന്റെ 13/8/2024 സഹകരണ ഉത്തരവ് പ്രകാരമുള്ള 18% GST കൂടി അടയ്ക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്കും സഹകരണ ചട്ടം 183(1) പ്രകാരം ഒരു സംഘം ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘത്തിനും 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ്. അപ്പോൾ പട്ടികജാതി വിഭാഗക്കാർക്ക് അപേക്ഷയിൽ സംഘം ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയതിന് ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള മാനദണ്ഡങ്ങൾ. ആദ്യം നമ്മൾ ഡേറ്റാ എൻട്രി ഓപ്പറേറ്ററുടെ കണ്ടു. ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർക്ക് 18 to 40 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ ജനറൽ കാറ്റഗറി. അതുപോലെ തന്നെ EWS വിഭാഗത്തിൽ പെട്ടവർക്ക് 43 വയസ്സ് വരെയും SC/ST വിഭാഗക്കാർക്ക് 45 വയസ്സ് വരെയും OBC-കാർക്ക് 43 വയസ്സ് വരെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ വയസ്സിളവുണ്ട്, വിധവകൾക്ക് 5 വർഷത്തെ വയസ്സിളവുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വയസ്സിളവിനെ സംബന്ധിച്ച്. അടുത്തത് ഇനി ടൈപ്പിസ്റ്റ് തസ്തികയാണ്. ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 33/2025 ആണ്. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC അഥവാ തത്തുല്യ യോഗ്യതയാണ്. KGTE ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറും ഉണ്ടായിരിക്കണം. പിന്നെ സംഘത്തിന്റെ പേര് അരുവിക്കര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കാണ്. ടൈപ്പിസ്റ്റിന്റെ ഓരോ ഒഴിവാണുള്ളത്, അത് ഭിന്നശേഷി വിഭാഗത്തിനാണ്. ശമ്പളം 16,890, 43,660 ആണ് സ്കെയിൽ ഓഫ് പേ. ഇവിടെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. OBC-കാർക്ക് 45, SC/ST-കാർക്ക് 45. ഇത് ഭിന്നശേഷി വിഭാഗത്തിനാണ്. അവർക്ക് 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇവിടെ 31/2025 ആണ്. ഇവിടെ ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് MCA BTech ആണ്. കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. എക്സ്പീരിയൻസ് വേണം. മിനിമം വർക്കിംഗ് എക്സ്പീരിയൻസ് ഓഫ് 3 years ആസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓർ ഇക്വലന്റ് പോസ്റ്റ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് ഡിസൈറബിൾ. അതുപോലെ തന്നെ ഇവിടെയും ഏജ് ലിമിറ്റ് 18 to 40 ആണ്. അതായത് ജനറൽ കാറ്റഗറി 18 to 40, EWS 43 വയസ്സ് വരെ അപേക്ഷിക്കാം, SC/ST 45 വയസ്സ് വരെ അപേക്ഷിക്കാം, OBC-കാർക്ക് 43 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും വിധവകൾക്കൊക്കെ വയസ്സിളവിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം നേരത്തെ പറഞ്ഞതാണ്. അതെല്ലാം തന്നെ ഇതിൽ ബാധകമാണ്. ഏതൊക്കെ സംഘത്തിലാണ് ഒഴിവുള്ളത്? അതായത് പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക്, അതിൻ്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓരോ ഒഴിവാണുള്ളത്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 26, 580, 63, 790 ആണ്. അടുത്തത് മട്ടാഞ്ചേരി സാർവജനിക് സഹകരണ ബാങ്ക് ലിമിറ്റഡ്, അതിനും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓരോ ഒഴിവാണുള്ളത്. ജനറലാണ്. 24,730, 68, 810 ആണ് സ്കെയിൽ ഓഫ് പേ. പനങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 3928, അവിടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓരോ ഒഴിവാണുള്ളത്. ജനറലാണ്. 25,910, 62,500 ആണ് സ്കെയിൽ ഓഫ് പേ. അടുത്ത പയ്യങ്ങാടി അർബൻ സഹകരണ ബാങ്ക് ക്ലിപ്ത C 975 ആണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓരോ ഒഴിവാണുള്ളത്. ജനറലാണ്. അവിടെ ശമ്പളം 24,730, 68, 810 ആണ്. അപ്പോൾ അപേക്ഷിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ തങ്ങളുടെ പ്രൊഫൈൽ വഴി വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ചെയ്തതിന് ശേഷവും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ വഴിയും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്കും അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.